ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളെ പേട്ട പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ട്, അല്ല പേട്ട പോലീസ് സ്റ്റേഷൻ എത്രയും മുമ്പ് ബാക്കിലൊരു തോടുണ്ട്. അതിന്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഞാൻ സ്ഥിരം ആ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണം, ജോലിക്ക് പോണത്. പക്ഷെ ഈ ബൈക്കിൽ പോയി വരുമ്പോൾ നമ്മളിത് അറിയൂല കേട്ടോ. ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചാൽ നമ്മൾ അറിയത്തില്ല. അന്ന് നടന്നു പോയപ്പോഴാണ് ശരിക്കും ഞാൻ അറിഞ്ഞത് ഒടുക്കത്തെ സ്മെല്ല്. നമുക്ക് അവിടെ അടുത്തൂടെ വീട്ടിലുള്ളവർ എങ്ങനെ താമസിക്കണം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് സ്മെല്ല്. അത് ഒരിടത്തല്ല, എല്ലായിടത്തും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കണ്ണമൂല കഴിഞ്ഞ് പേട്ടയിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരെണ്ണമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു തോടുണ്ട്, അവിടെ ഒരെണ്ണം. പിന്നെ നമ്മുടെ കരിക്കാത്ത അവിടെ ഒരെണ്ണം. അയ്യോ, ഇവിടെയൊക്കെ നമുക്ക് നടന്നു പോവാൻ പറ്റത്തില്ല, അമ്മാതിരി സ്മെല്ലാ. അതാണ് ഇപ്പം വൃത്തിരേഖത്തിൽ രണ്ട് സൈഡ് ഒരേപോലെ തന്നെ. ചെന്നൈ അവിടെ എന്നാലും അമ്മ രാവിലെ വണ്ടിയൊക്കെ ഇട്ട് വരും, വന്ന് അവിടെ ഇവിടെ പറക്കൊണ്ട് പോകും. പക്ഷെ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ തമിഴന്മാര് മലയാളികളെ കണ്ട പറ്റിക്കുന്നുള്ളത്. അത് സത്യമാടാ. നീ ഫസ്റ്റ് പോയപ്പോ അങ്ങനെ എന്തെങ്കിലും എന്നുവെച്ചാ അവിടെ ചെല്ലുമ്പോ ഈ ഓട്ടോക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ, ഓട്ടോക്കാരന്മാരെ നല്ല പോലെ പൈസ കയറും, അവന്മാര് നല്ല പോലെ കയറും. അതിന് ഒരു കുറവുമില്ല. അന്ന് ഞാൻ പോണതിന് മുമ്പ്, അതിനു മുമ്പേ എൻ്റെ കൂടെ ഉള്ള ഒരു 4-5 പേര് നേരത്തെ ചെന്നൈയിൽ പോയി. ഞാൻ പോണതിന് ഒരു ദിവസം മുമ്പ്. അപ്പൊ അവന്മാര് പോയിട്ട് അവന്മാര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു റൗണ്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾ ആദ്യത്തെ റൂം. അവിടെ പോകാൻ വേണ്ടി അവന്മാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചത് അങ്ങനെ 150 രൂപ വാങ്ങിച്ചു. ഇവിടെ നടന്ന് കറങ്ങി പോകാനുള്ളതേ ഉള്ളൂ. അവന്മാർക്ക് വഴി അറിഞ്ഞുള്ളതുകൊണ്ട് അവർ ഓട്ടോ വിളിച്ച്. ഓട്ടോക്കാരൻ 150 രൂപ വാങ്ങിച്ചു. അതേപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഞാൻ ഇവിടെ വന്ന സമയത്ത് ജൂണിലോ ജൂലൈയിലോ ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു പോയത്. എൻ്റെ ഒന്ന് കുറച്ച് ലഗേജ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച്. റൂം അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ എന്തേ ഉള്ളൂ, 14 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. അതിന് അങ്ങനെ 600 രൂപ എന്തോ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ച ഓട്ടോ കൂലി എറണാകുളം സ്റ്റാൻഡിൽ ഇവിടം വരെ വരാൻ 6000 രൂപ. എറണാകുളം സ്റ്റാൻഡിൽ നിന്നല്ല, കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച വണ്ടിയാ. അത് ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷെ എന്നാലും അത് റിട്ടേൺ വാങ്ങിക്കും. ഇത്രയും ദൂരം രാവിലെ ആണെങ്കിലും റിട്ടേൺ വാങ്ങിക്കും. ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് റിട്ടേൺ വാങ്ങിക്കും. പക്ഷെ ആ ഓട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെ 150 രൂപ, അത് ഇച്ചിരി കൂടുതലാണ്. മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അതിപ്പം വേറൊരാള്, പരിചയമില്ലാത്ത ഒരാള് ഇങ്ങോട്ട് വരുമ്പോഴായാലും ഇവിടുത്തെ ഓട്ടോക്കാര് എല്ലാരും അല്ല, ഞാൻ പറയാം പൊതുവെ എല്ലാരും അല്ല, ഒരു കുറച്ച് ശതമാനം ആൾക്കാർ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 10% ആൾക്കാര് അങ്ങനെ ഉണ്ട്. അത് ഞാനും അത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചെന്ന് വെച്ചാൽ മറ്റേ യൂബറിന്റെ പ്രശ്നം ഉണ്ടായല്ലോ, മറ്റേ യൂബർകാര് ഓട്ടോ എടുക്കാൻ പാടില്ല. അപ്പോഴും ഞാൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടെന്ന് തോന്നുന്നു എറണാകുളത്ത് പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എറണാകുളത്ത് പോയിട്ട് എനിക്ക് ഈ സ്ഥലം അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ബസ്സിൽ പോയാൽ എവിടെ ഇറങ്ങണമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളെന്ത് ചെയ്യും, പൊതുവെ നമ്മൾ യൂബർ ബുക്ക് ചെയ്യും. ഓട്ടോക്കാരന്മാരടുത്ത് ചോദിച്ചാൽ അവര് പൊതുവെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ പൊതുവെ, അത് മാത്രമല്ല അത് എനിക്കും സ്ഥലം അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ യൂബർ ബുക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ ഇട്ടാൽ മതിയല്ലോ, അങ്ങനെ ഒരു ഇതില്. അപ്പം ഇത് നടക്കുന്ന കുറച്ച് നാൾ മുമ്പെയാണ്, ഒരു 4 മാസം മുമ്പ് സംതിങ് ആണ് നടക്കുന്നത്. ആ ഇഷ്യൂ ഉണ്ടായിരുന്ന ടൈമിലുള്ളതാണ്. അവിടെ ഞാൻ യൂബർ ബുക്ക് ചെയ്ത് പുള്ളിക്കാരൻ വന്ന് എന്നെ പിക്ക് ചെയ്തപ്പം ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് ചോദിച്ച് എവിടെ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ വന്നതാണ്, എന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റൂല, ഇവിടെ ഇത്ര ഓട്ടോ കിടക്കണം കണ്ടില്ലേ, ഇതിൽ കയറി പോയി. ആക്ച്വലി ഞാൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കണം അവരാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഞാൻ ഇപ്പൊ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്റെ ഇഷ്ടമല്ലേ, ഞാൻ കാറിൽ പോകണോ, യൂബർ ബുക്ക് ചെയ്ത് പോകണോ, അല്ലെങ്കിൽ ലോറിയിൽ പോകണോ, ബസ്സിൽ പോകണോ, ലിഫ്റ്റ് അടിച്ച് പോകണോ, ഇതൊക്കെ എന്റെ ഒരു തീരുമാനമാണ്. അപ്പൊ അതിലൊക്കെ കയറി ഇടപെടാന്ന് വെച്ചാൽ കുറച്ച് മോശം പരിപാടിയാണ്. അങ്ങനെ പിന്നെ അത് കുറച്ച് വഴക്കായി. എന്നിട്ട് വേറെ കുറച്ച് ചേട്ടന്മാര്, അവിടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാര് തന്നെ വന്ന് സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ട്.
എന്നാലും അങ്ങനെ അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഊബർ ഓടുന്നത്. അവർക്കും എന്റെ അതല്ല കാര്യം എന്തിനെന്ന് വെച്ചാ ആ ഓട്ടോ സ്റ്റാൻഡിലുള്ളവന്മാര് ഊബർ ഓടും. അതെന്തൊരു കണക്ക്. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടല്ലോ, അന്ന് ഞാൻ ഒരു ദിവസം എറണാകുളത്ത് സ്റ്റേ ഉണ്ടായിരുന്നു. ഈ സ്റ്റേ ഉണ്ടായിരുന്നപ്പോ എനിക്ക് അടുത്തൊരു സ്ഥലത്ത് പോകണം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ റൂം അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോകണം. അപ്പൊ ഞാൻ തിരിച്ച് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു ഊബർ ബുക്ക് ചെയ്ത് എന്റെ ലഗേജ് മറ്റേ ക്ലോക്ക് റൂമിൽ ഇരിക്കുക. അപ്പൊ ഞാൻ തിരിച്ച് ലഗേജ് എടുക്കാൻ വേണ്ടി തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഞാൻ സെക്കൻഡ് യൂബർ ബുക്ക് ചെയ്തപ്പം ഈ ആദ്യം ഒന്ന് വഴക്കുണ്ടാക്കിയില്ലേ, ആ ചേട്ടനാ ബുക്കിംഗ് ചെയ്ത്. അല്ല ഇപ്പൊ അവര് നമ്മള് ബുക്ക് ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകത്തില്ല? ഇല്ല, അത് ഫസ്റ്റ് ഒരാൾക്ക് പോവും, അയാൾ ക്യാൻസൽ ചെയ്താലേ അടുത്ത ആൾക്ക് അങ്ങനെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മറ്റേ എല്ലാവർക്കും പോവാമെങ്കിൽ ഇവർക്ക് തന്നെ അത് ചെയ്യാൻ. അത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഈ സ്വിഗ്ഗി ഓടുന്ന ടൈമിലാണ്. ഈ സ്വിഗ്ഗി ഓടുന്ന ടൈമില് ഈ സ്വിഗ്ഗിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം അടുത്തൊരാൾക്ക് പോകും. പക്ഷെ ഇതിന്റെ അകത്ത് ലോഡ് ഷെയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ലോഡ് ഷെയർ എന്ന സാധനത്തില് അതിൻ്റെ അകത്ത് കുറെ ഓർഡേഴ്സ് കിടക്കും. ഇത്ര ഒരു ഓർഡർ ഇത്ര രൂപ, മറ്റേ ഓർഡർ ഇത്ര. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഓർഡർ സെലക്ട് ചെയ്ത് ഓടിയാൽ മതി. അങ്ങനെ ഉണ്ട്. അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ യൂബറും അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പം ലോഗിൻ ചെയ്ത് കേറുമ്പോഴേ ഇത്ര ഓട്ടം ഉണ്ട്. ഇപ്പം അതിന്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ള ഒരാള് ഡ്രോപ്പ് ചെയ്ത് അടുത്ത ഈ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുമ്പം അടുത്ത ഓർഡർ ഓൾറെഡി അതിന്റെ അത് കാണും. ലാഭമാണ്. അതേപോലെ വേറൊരു സാധനം, ഇവിടെ ഊബർ കുറവും റാപ്പിഡോ ഇച്ചിരി കൂടെ കൂടുതലാണ്. പക്ഷെ ചെന്നൈ തല തിരിച്ചാണ്. അവിടെ ഊബറിനും കെട്ടി കുറവ് റാപ്പിഡാണ്. എനിക്ക് തോന്നുന്നു ബൈക്ക് ടാക്സി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ച് അത് ചെന്നൈയിലുണ്ട്, ഇവിടെ ഇല്ല റാപ്പിഡോക്ക്. പക്ഷെ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നീ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരാൾക്കെന്നും പറഞ്ഞ ഒരു ഓട്ടോ വേണ്ട, ഒരു ബൈക്ക് എടുത്ത് വരാം. അത് കുറച്ചും കൂടെ നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്താണ് ഇവിടെ വരാത്ത കേരളത്തില്? അതെന്താ, ചെന്നൈയിൽ അതുണ്ട്, ബൈക്കുണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഇത് രണ്ടുണ്ട്. ഇവിടെ അതില്ല. ബാക്കി സ്റ്റേറ്റ്സിലൊക്കെ അത്യാവശ്യം കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ബാംഗ്ലൂരൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ, മുംബൈ, അവിടെയൊക്കെ. കാരണം അവിടെ ഈ ഭയങ്കര തിരക്കുള്ള ഇതൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ വരണം. കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ബൈക്ക് എന്താ വെച്ചാൽ അതിനൊരു ഇത് കൊടുക്കട്ടെ. എന്നുവെച്ചാൽ എന്തൊരു ടാക്സി ഓർണ അതൊരു മഞ്ഞ നമ്പർ പ്ലേറ്റ് അങ്ങനെ വല്ലതൊക്കെ കൊടുത്ത് ഓടട്ടെ. ബൈക്കിൽ പെർമിറ്റ്, സ്റ്റിക്കർ പോലത്തെ പെർമിറ്റ്, അങ്ങനെ പെർമിറ്റ് കൊടുത്താലും മതി. അല്ല അവിടെ അങ്ങനെയല്ലേ, ഇവിടെ മറ്റേ സ്വിഗ്ഗി ഓടണ പോലെ തന്നെ അവര് ജസ്റ്റ് വണ്ടി എടുത്തോണ്ടങ്ങ് വരും. അല്ല എന്തായാലും പെർമിറ്റ് എല്ലാം കാണുമായിരിക്കും. അവന്മാർക്ക് പേപ്പറോ അറിഞ്ഞൂടാ, പെർമിറ്റ് കാണുമായിരിക്കും. അല്ലാതെ അങ്ങനെ ഓടാൻ സമ്മതിക്കത്തില്ല. ഈ ഓട്ടോ ഓടുമ്പോഴും പെർമിറ്റ് വേണമല്ലോ, ബാഡ്ജ് വേണം അവർക്ക്. ടാക്സിക്കാർക്ക് ബാഡ്ജ് വേണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണും അവർക്ക്. ഇങ്ങനെ മടക്കി. പിന്നെ ചെന്നൈ കേരളം തമ്മിലുള്ള വ്യത്യാസം എന്തിനാണ് തോന്നിയത്? എന്തൊക്കെയാണ് നല്ല തമ്മിലുള്ള വ്യത്യാസം? ചെന്നൈയിലുള്ള മഴ രാവിലെയും ചോറ് തിന്നു. അത് അവരെങ്ങനെ അത് അങ്ങനെ കഴിക്കുന്നത് കഴിക്കും. കൂടെ പരിപ്പ് കറി. രാവിലെ കമ്പനി പോകുമ്പോ തരൂടാ ചോറും പരിപ്പ് കറിയും ഒരു പരിപ്പ് കൂടെയും. ഇത്രയും മാത്രം പരിപ്പ്. അമ്മ ഭയങ്കര പരിപ്പ് തീറ്റയാണ്. കേരളം വിട്ടോ ഫുഡിന്റെ കാര്യം കട്ട പോയാ. അവിടെയാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം അത് തന്നെ. ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കിപ്പോ ഇത് കാണുമ്പോ തന്നെ ആത്മഹത്യ തോന്നും. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാ. സൂപ്പർ. എന്താ ഉച്ചക്ക് ചോറിനും ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും നമ്മള് തീയിൽ വെക്കൂലേ, അതുപോലെ ഇമാര് കട്ടിക്ക് പരിപ്പ് വെച്ച് കറി ഉണ്ടാക്കും. ഇല്ലെങ്കിൽ വേറെ എന്തേലും എന്താ ചപ്പാത്തിക്ക് പരിപ്പ് കറി. അങ്ങനെയൊക്കെ. അവിടെ പിന്നെ ഈ ഹിന്ദിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചക്ക് ചോറും ചപ്പാത്തി ആയിരിക്കും, രണ്ടും കൂടി തരും. അതേപോലെ അതിന്റെ കൂടെ പരിപ്പ് കറി. എങ്ങനെ പോലും ഡെയിലി പോയി പരിപ്പ് കാണും, എവിടെയെങ്കിലും കാണും പരിപ്പ്. ചായയില് പരിപ്പ് അതുകൊണ്ട് പരിപ്പ് വേട. ചായയുടെ കടിയൊന്നും കാണും, ഒരു ചെറിയ ഗ്ലാസ് ചായ. അവിടെ കൂടോളന്മാർക്കൊക്കെ ഓക്കെയാടാ. അവിടെ സ്റ്റേ സെറ്റ് ആണോ? ആ സ്റ്റേ ഞങ്ങൾ ഒരു വില്ല എടുത്തിട്ട് ആ വില്ലയില് ഒരു 12 പേര്
ആരെങ്കിലും തൂങ്ങിച്ചത്താണോ? ഞങ്ങളുടെ തൊട്ട് അടുത്തൊരു വില്ലയില് ഒരു ചേട്ടൻ തൂങ്ങി മരിച്ചായിട്ട് ഒരു അറിവുണ്ട്, ഒരു 6 മാസത്തിന് മുമ്പ് എന്തോ. അത് വില കുറച്ച് കിട്ടും ചോദിക്കുന്നത്. അത് ഇപ്പോഴും അവിടെ ആളില്ല, അത് എപ്പോഴും അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ അങ്ങേറെ സാധനങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങേരെ തൂങ്ങിയ കയറ് വരെ ഇപ്പോഴുണ്ട്. സൂപ്പർ. ചോദിച്ചു നോക്കി, ചിലപ്പോൾ വില കുറച്ച് കിട്ടും, വാങ്ങിക്കാൻ. പിന്നെ ഞങ്ങളെ മുറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് വൈകിട്ട് 5 മണിയാകുമ്പോൾ ബാക്കിൽ നിന്ന് കാട്ടിൽ നിന്ന് കുറെ കുരങ്ങന്മാർ വരും. ഞങ്ങളെ ഭയങ്കര ചില്ലിങ്ങാണ് ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കും. പിന്നെ കുരങ്ങന്മാർ അത് അച്ഛൻ വരും, മോൻ വരും. ചില തള്ളക്കുരങ്ങൾ കുരയും കുട്ടിയെ വയറ് പിടിച്ചോണ്ട് ഇങ്ങനെ ഓടി വരും. ഒരു ദിവസം ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു കഥ എന്തോ തുറന്നിരുന്നു. പയ്യ അകത്തിറന്ന് ഒരു ബ്രെഡ് കവർ എടുത്തോണ്ട് ഒരു ഫുൾ ബ്രെഡ് കവർ എടുത്തോണ്ട് ഓടിക്കളഞ്ഞു. അവിടെ അതൊക്കെ ഭയങ്കര കൂടുതലാണ്. അറിയാമോ, മറ്റേ ആക്ഷൻ ഹീറോ വിജയില്ലേ, ഇവ എവിടെ കയറിയത് ചോര. ഞങ്ങള് ഇത് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാൻ വേണ്ടി തുറന്നിട്ടതാ. സ്പോട്ടിൽ വന്ന് ഒരു കവർ ബ്രെഡ് എടുത്തോണ്ട് ഒരു ഓട്ടം. അത് കമ്പി, ഇതുപോലെ കമ്പിയൊക്കെ ആയിരുന്നു, ഇങ്ങനെ നീളം ഇങ്ങനെ കമ്പി. അതിനോട് 3 ഇറങ്ങി ഓടിക്കളഞ്ഞു. നീ മറ്റേ ഇങ്ങനെ പൊരിച്ചിട്ടാ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പൊ മറ്റേ പാലൊഴിച്ച് പൊരിച്ചിട്ടുണ്ടോ നീ? പാലൊഴിച്ച് ഞാൻ പൊരിച്ചിട്ടില്ല. ഇല്ലല്ല, ഞാൻ മുട്ട ഒഴിച്ച്. മനസ്സിലായി. അപ്പം ഇത് ആക്ച്വലി ആരെങ്കിലും ട്രൈ, ഇത് ഞാൻ ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന സാധനമാണ്. ഈ പോഡ്കാസ്റ്റ് അതിന് മുമ്പ് ഇറങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ താഴെ കമന്റ് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് മറ്റേ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അതിൽ മറ്റേ മുട്ടയെല്ലാം ഉപയോഗിക്കുന്നു. ആ മുട്ട ഉപയോഗിക്കുന്നതിന്റെ മുട്ടയുടെ കൂടെ കുറച്ച് പാലൊഴിക്കണം. മുട്ടയും കൂടി ഒഴിച്ചിട്ട് മുട്ടയിൽ കുറച്ച് പാലൊഴിക്കണം. പാലൊഴിച്ച് മറ്റേ പഞ്ചസാര ഇട്ട് കുരുമുളക് ഇട്ട് കുരുമുളക് ഇടാറ് മുട്ടയിൽ കൂടെ. അല്ല, മുട്ടയിൽ കുറച്ച് പാല് കുറച്ച് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് എടുത്ത് നമ്മൾ നോർമലി ഡിപ്പ് ചെയ്ത് പൊരിക്കണം, അല്ലെങ്കിൽ പൊരിക്കണം. കുറച്ചും കൂടെ സോഫ്റ്റ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറയണേ. ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കൂടെ ജോലി ചെയ്യണ ഒരാള് എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. എന്റെ അടുത്ത് ചെയ്തു നോക്കാൻ പറഞ്ഞു. ഇപ്പൊ കുറച്ച് മടിയായോണ്ട് അങ്ങനെ മടിയല്ല, ടൈമില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അങ്ങനെ ഇങ്ങനെ പെട്ടു. ഇപ്പൊ ഞായറാഴ്ച എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒന്നി ഉറക്കം എണീക്കുമ്പോൾ 12 മണിയാകും. എന്നുവെച്ചാൽ ഫുൾ സ്ട്രെസ് കൊണ്ട് തീർക്കുന്നത് ഞായറാഴ്ച എന്നുള്ള സമയത്താണ്. രാത്രി ഒരു ഉറക്കം അങ്ങ് ഉറങ്ങിയ രാവിലെ ഒരു 12 മണി, 1 മണി, 2 മണി വരെ കിടന്നു. അത് പകുതി ദിവസം അങ്ങ് പോയി. ഞാനും അങ്ങനെ. അപ്പൊ ഞങ്ങളവിടെ പണി കഴിഞ്ഞ് ഞാനിപ്പോ ഉച്ചക്ക് 3 മണിക്ക് പണിക്ക് പോയിട്ട് രാത്രി 1 മണിക്കേക്കും വന്നു കഴിഞ്ഞ് 2 മണി കിടന്ന അടുത്ത ദിവസം ഉച്ചക്ക് 1:30 ഒക്കെ ആകുമ്പോ എണീക്കും. 1:30, 2 മണി, 3 മണി വരെയൊക്കെ. അല്ല, പണിക്ക് പോകാറാണ് സമയം. 1:30 ഒക്കെ ആകുമ്പോ എണീക്കും. അടുത്ത ദിവസം ഷിഫ്റ്റ്. അത്രയ്ക്ക് നല്ല ഉറക്കമായിരിക്കും. അതെന്താണെന്ന് എന്തോ. ഞാനും അങ്ങനെയാ. കിടന്ന് ഉറങ്ങാൻ കിടന്നാ പിന്നെ ഒന്ന് ഉറങ്ങി പിന്നെ നല്ല ഉറക്കം. അല്ല, സുനാമി വന്നാ പോലെ അറിയാം. അതാണ്, ഉറങ്ങിയ പിന്നെ നല്ല ഉറക്കം. അല്ലെങ്കിൽ ഒട്ടും ഉറക്കും വരും. ഞാനിടയ്ക്ക് ഒരു ദിവസം ആണെങ്കിൽ ഇങ്ങനെ എന്തോ ചെയ്തോണ്ടിരുന്നിട്ട് ഞാൻ അതിലങ്ങ് മുഴുകി ഫുള്ളായിട്ട് അങ്ങ് ഇതായി പോയേട്ടാ. ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന് അത് കുറെ നാളായിട്ടിരുന്ന വീഡിയോ വെച്ചാൽ 1 മാസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ. അതിങ്ങനെ അതിന്റെ അകത്ത് കിടക്കായിരുന്നു. ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചില്ല. അങ്ങനെ വച്ച് എഡിറ്റ് ചെയ്ത് അന്ന് എന്തോ ഒരു ഫോമിൽ ഇരുന്നങ്ങ് എഡിറ്റ് ചെയ്ത് ഒരു 10 മണിയായപ്പോ ഇരുന്നതാ. എഡിറ്റ് ചെയ്ത് 2 മണിയായി. 2 മണിയായിട്ട് ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ സമയം നോക്കണേ. 2 മണി. ഞാൻ അടുത്ത ദിവസം 8 മണിക്ക് ജോലിക്ക് പോകണം. ഇതേ സെയിം പരിപാടി. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്ന് ഇങ്ങനെ സ്കിപ്പാവും. ഒന്നാമത്തെ കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ സ്കിപ്പാവും. ഞാൻ ചിന്തിക്കണുണ്ട്, ഓക്കെ എനിക്ക് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ കിടക്കണം. ഇല്ലെങ്കിൽ ഓക്കെ ഒരു 11 മണിയെങ്കിലും ആകുമ്പോ കിടക്കണം. കിടക്കും, പക്ഷെ ഒരു കുണക്കും എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന എടുത്ത് നോക്കി തുടങ്ങണതാ. പിന്നെ മറ്റേ ശൂസ് ഒന്ന് വിളിച്ച കുണക്കെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന ഫോൺ എടുക്കുന്നതാ. പിന്നെ ഈ ടൈം ഏതൊരു ഫോണേന്ന് അറിയത്തില്ല. ചിലപ്പോ പറയാൻ പറ്റില്ല ഇവൻ തന്നെ ഏതെങ്കിലും റീൽ അയക്കണായിരിക്കും. അല്ല, അതല്ല, ഇവൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കിടക്കണ ആ ടൈമൊക്കെയാണ്. ഇവ എന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ചേരം ഫോൺ നോക്കണ ടൈമിലായിരിക്കും ഇവ റീൽ അയക്കുന്നത്. ചിലപ്പോ ഇവ ഒരു 2 റീൽ അയക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ 2 റീൽ കണ്ടിട്ട് ഞാൻ വീണ്ടും സ്ക്രോൾ ചെയ്തൊക്കെ പോകും.
എനിക്ക് അങ്ങനെ ഒരു അത് മിക്കവാറും അത് ഇപ്പൊ മിക്കവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ. അതെല്ലാവർക്കും ഇപ്പം ഒരു റീല് കണ്ട് തുടങ്ങിയ സ്ക്രോൾ തുടങ്ങിയാ പിന്നെ അങ്ങനെ ഊന്ന് പോവും. ഇപ്പൊ കുറെ എണ്ണം ഒരു ഓട്ടോ സ്ക്രോൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം തുറന്ന് അത് തീരാറുമ്പോ തനിയെ പൊക്കോളും. അപ്പൊ കൈ പോലും ഉണ്ട, ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നേരത്തേക്ക് എന്റെ അമ്മയാണെങ്കിൽ ഞാൻ ഒരു 9 മണി 10 മണിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ അപ്പൊ ഞാൻ ഒരു ദിവസമാണെങ്കിൽ ഇതേപോലെ എന്തോ നോക്കിയിട്ട് കിടന്ന് ഞാൻ ഒരു 11 മണിയാകുമ്പോ കിടന്ന് എന്റെ ഉറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുക. ഒരു 12 മണിയൊക്കെ ആകുമ്പോ സൗണ്ട് കേൾക്കണം എന്തോ. ഞാൻ ഇത് എന്തൊരു ഞാൻ നോക്കിയപ്പോ ഏതോ ഉറുദു ഇല്ല, പക്ഷെ ഉറുദു അല്ലല്ലോ മറ്റേ ബാലയേര തെലുങ്കിലൊക്കെ എന്തോ ഇതൊക്കെ പറയണം, ഏതോ ഡയലോഗൊക്കെ പറയണം. ഇത് ആര് ഈ പാദയാത്രക്ക് തെലുങ്ക് കാണണെന്ന് പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ എണീച്ച് നോക്കണം കേട്ടാ. ഞാൻ നോക്കിയപ്പോ എന്റെ റൂമിൽ ആരും ഇല്ല. ഞാൻ ഡോറ് തുറന്ന് നോക്കണ്, ഫ്രണ്ടിൽ സോഫ കിടക്കല്ലേ, സോഫയിൽ കിടന്ന് സിനിമ കണ്ടോണ്ടിരിക്കണ് അമ്മ. അമ്മ രാത്രി 12 മണിയായിട്ടും കിടന്നിട്ടില്ല. ഞാൻ ഒരു 9 മണി 10 മണിയാകുമ്പോ കിടക്കാതെ വഴക്ക് പറഞ്ഞോണ്ടിരുന്ന ഒരാളാ. ഈ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം ഒബ്വിയസ്ലി ഈ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയ ശേഷം ഒരു ഈ സമയം പോണ അറിയാനുള്ള അമ്മ ഇരുന്ന ആ ഒരു ഫ്ലോയിലും കണ്ടു തുടങ്ങും. തെലുങ്കൊക്കെ മനസ്സിലാവും. എടാ എന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടോ, അതല്ല ഈ തെലുങ്ക് കാണുന്നുണ്ടല്ലോ, തമിഴ് സിനിമയിലെ തെലുങ്ക് ഡബ്ബാ തിരിച്ചല്ലേ. എടാ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എന്റെ അമ്മ മലയാളം സിനിമയുടെ തമിഴ് വെർഷൻ കാണും, തമിഴ് സിനിമയുടെ ഹിന്ദി വെർഷൻ കാണും, ഹിന്ദി സിനിമയുടെ വേറെ ഏതെങ്കിലും വെർഷൻ കാണും, വേറെ ഏതെങ്കിലും വെർഷൻ അല്ല ചിലപ്പോ തെലുങ്കിന്റെ മലയാളം വെർഷൻ ആയിരിക്കും ഇവിടെ കാണുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴേ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ STR അഭിനയിച്ച 2 നായ മറ്റേ കാതറീൻ ഒക്കെ ഉള്ള മറ്റേ കോടീശ്വരന്റെ മോനായിട്ട് അത് തമിഴ് പടമല്ലേ. അതിന് തെലുങ്കിൽ ഒരു ഇതുണ്ട്, അത് വേറെ അല്ല മറ്റേ അല്ല ഫുള്ളി റീമേക്കാ. മറ്റേ ഓജി ഉണ്ടല്ലോ പവൻ കല്യാണാണ് അതിന്റെ തെലുങ്കിലോ കന്നഡയിലോ എന്താ ഉള്ളത്, തെലുങ്കോ കന്നഡയാണോ അത്, തെലുങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ആ സിനിമയുടെ പേരടിച്ചാൽ എല്ലാം വരും. ഇപ്പൊ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും, തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തെലുങ്കിൽ കാണണമെങ്കിൽ പവൻ കല്യാണിന്റെ കണ്ടാ പോരെ. ഇതങ്ങനെയല്ല, STRന്റെ തമിഴ് ഡബ് ചെയ്ത് തെലുങ്കിലോട്ട് വെച്ചിട്ടുണ്ട്, അതിരുന്ന് കാണും. എടാ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവില്ല, സീരിയസ് ആയിട്ട് മനസ്സിലാവില്ല. അല്ല ഭാഷ മനസ്സിലായി പിന്നെ വിഷയമില്ല, ഭാഷ മനസ്സിലായത് എങ്ങനെ കാണും അതാണ് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഞാൻ